ഹായ് വേഴ്സ്, റിലയൻസ് സേവ് മെഷീൻസിലേക്ക് സ്വാഗതം. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ജാക്കിൻ്റെ പുതിയ മോഡൽ F6 എന്ന് പറയുന്ന മോഡൽ സേവ് മെഷീനാണ്. ജാക്ക് കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന പുതിയ മോഡലാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കോമായിട്ട് ഉള്ള ഡിസൈനിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ബോക്സ് ടൈപ്പ് ഡിസൈനാണ് വരിക. അപ്പം ബോക്സ് ടൈപ്പ് അവർ ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കൂടുതൽ ഡ്യൂറബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു മോഡൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ F6 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു മാർക്കിങ് കാണാൻ പറ്റും. അതേപോലെ തന്നെ 14 years വേൾഡ് നമ്പർ 1. അതായത് നമുക്ക് നേരത്തെ ജുക്കി എന്ന് പറയുന്ന ബ്രാൻഡൊക്കെ ആയിരുന്നു നമുക്ക് വേൾഡിൽ നമ്പർ 1 ആയിട്ടുണ്ടായിരുന്ന മെഷീൻ. അപ്പോൾ വേൾഡിൽ നമ്പർ 1 ആയിട്ട് മാറിയിരിക്കുകയാണ് ജാക്ക് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഈ ഒരു കമ്പനിയെ വെല്ലാൻ വേണ്ടിയിട്ട് വേറൊരു മെഷീൻ ഇപ്പം മാർക്കറ്റിൽ ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നല്ലൊരു ബോക്സ് ടൈപ്പ്, നല്ല കാണാനും നല്ല ഒരു ഡിസൈനൊക്കെ ഉള്ള ഒരു മെഷീനാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കിടക്കാം. നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് F6 എന്ന് പറയുന്ന മോഡലിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള ഫങ്ഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് റൈറ്റ് സൈഡിൽ വരുന്നത് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ്. നമുക്ക് മെഷീൻ ഒന്ന് ഓൺ ചെയ്യാം. ഇതിൻ്റെ മേൾ സൈഡിലായിട്ട് ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള അവസ്ഥ ഇവിടെ നമുക്ക് LED ലൈറ്റ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ LED ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ നമ്മൾ LED ഡിസ്പ്ലേയിൽ P ബാർ നമുക്ക് നോർമലായിട്ട് 9100 എന്ന് പറയുന്ന മോഡൽ തൊട്ട് F5 എന്ന് പറയുന്ന മോഡൽ വരെ നമുക്ക് ഈ ഒരു മോഡലിൽ തന്നെയാണ് മെഷീൻ്റെ ഡിസ്പ്ലേസ് ഉണ്ടായിരുന്നത്. നമുക്കറിയാൻ പറ്റും, ആദ്യമായിട്ട് നമ്മൾ ജാക്ക് കമ്പനി ഡയറക്റ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു മോഡൽ ലോഞ്ച് ചെയ്തത് 9100 എന്ന് പറയുന്ന മോഡലിലാണ്. ആ 9100 എന്ന് പറയുന്ന മോഡൽ തുടങ്ങിയ കാലം തൊട്ട് നമുക്ക് റിലയൻസ് സേവ് മെഷീൻസിൽ നമുക്ക് ജാക്കിൻ്റെ ഡയറക്റ്റ് ഡ്രൈവ് മെഷീൻസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സർവീസിങ്ങും സപ്പോർട്ടും നല്ല രീതിയിൽ കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ സർവീസിങ് എങ്ങനെയുണ്ടെന്നുള്ളത് നമ്മുടെ കസ്റ്റമേഴ്സിനോട് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അത് അറിയാൻ പറ്റും. അത് ഏറ്റവും ബെസ്റ്റ് സർവീസിങ്ങും സപ്പോർട്ടും നമ്മൾ നൽകി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയിലാണെങ്കിലും നമ്മൾ കാസർഗോഡ് അങ്ങേയറ്റം മുതൽ കണ്ണൂരിൻ്റെ അങ്ങേയറ്റം വരെ നമ്മൾ മെഷീൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കൂടുതൽ മാറ്റം വന്നിരിക്കുന്നത്, നമുക്ക് ഇപ്പം ഇതിൻ്റെ ഒരു റിവേഴ്സ് ലിവർ ഉണ്ട്. നമ്മൾ നോർമലായിട്ട് ജാക്ക് F5 വരെ നമുക്ക് റിവേഴ്സ് ലിവർ വന്നിരുന്നത് റൈറ്റ് സൈഡിലാണ്. ഇത് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ റിവേഴ്സ് ഫംഗ്ഷൻ്റെ ആ ഒരു ചേഞ്ച് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്പീഡ് കൺട്രോൾ പ്ലസ് മൈനസ്. അപ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടുവാനും കുറയ്ക്കുവാനും ഉള്ള ബട്ടൺസ് മുമ്പേ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ത്രെഡിങ്, അതായത് ത്രെഡ് നൂല് കോർക്കുന്നതൊക്കെ നമുക്ക് സാധാരണ നേരത്തെ എങ്ങനെയാണോ മെഷീൻസിൽ കോർത്തിരുന്നത് അതേ റൂട്ടിൽ തന്നെയാണ് നമുക്ക് ഇതിനകത്തും നൂല് കോർക്കുകയും മറ്റുമൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിത് മെഷീൻ ഇപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡ് സെലക്ട് ചെയ്യാം. നമ്മൾ സ്പീഡ് സെലക്ട് ചെയ്യാം. 40 സ്പീഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫുൾ സ്പീഡാണ്. ഫുൾ സ്പീഡ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിച്ച് നോക്കാം, ഒന്ന് അടിച്ച് നോക്കാം. അപ്പോൾ മെഷീനിൽ അങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല എഫിഷ്യൻസി ഉണ്ട് മെഷീനാണ്. അപ്പോൾ നല്ല തയ്ക്കാനൊക്കെ നല്ല സുഖമാണ്. സ്റ്റിച്ചിങ് ആണെങ്കിലും നല്ല സ്റ്റിച്ചിങ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. F5നേക്കാളും ബെറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല. F5 F6 ഒക്കെ ഒരേപോലെ തന്നെയാണ്. ആ ഡിസൈനിലുള്ള ഒരു മാറ്റം വന്നു. പിന്നെ നമുക്ക് ആദ്യകാലം തൊട്ടേ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് ആദ്യം വന്ന് 9100, അത് കഴിഞ്ഞിട്ട് വന്നത് F3, അത് കഴിഞ്ഞിട്ട് വന്ന് F4, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ F5, ഇപ്പോൾ ലാസ്റ്റ് F6. അത് ഓരോ ഇതിനനുസരിച്ച് അതിൻ്റെ ആ മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.